മേഡം. എവിടെ വേണേലും ഇരുന്നു. ഹലോ, ഇല്ല, ആരും വന്നില്ല. നിങ്ങൾ പടം കണ്ടിട്ട് പറ. ഞാനിതൊരു ചെറിയ റോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വെറൈറ്റി ആയിട്ടൊരു റോഡ്. ഞാനൊരു സൈഡിൽ കൂടെ പൊക്കോട്ടെ. ആരും കിട്ടാത്തോണ്ടാണ് എന്നെ ഞാൻ കാണിച്ചു. ഞാൻ വീട്ടിലായിരുന്നു. വെളിയില്ല, ഞാൻ ദുബായിലേക്ക് രാവിലെ പറഞ്ഞേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് ഹോൾഡ് ചെയ്തു. ഹലോ ഹലോ, സൗബിഞ്ചേട്ടൻ വരും. സൗബിഞ്ചേട്ടൻ ചെന്നൈയില. രജനീകാന്തിന്റെ കൂടെ എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? നോക്കാം, കാണാം. സിനിമ കാണണ്ടേ നമുക്ക്? ഇവിടെ നിന്നാ മതിയോ? എന്നോട് ഞാൻ അതല്ലേ ചോദിച്ചത്. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തില്ല. ചേച്ചി അതിന് വന്നു.
നിങ്ങൾ വീടരുത് കേട്ടോ, നിങ്ങൾ വീടാലും എന്റെ പുറത്തോടെ വീട്. എനിക്ക് അത്ര ട്രാൻസ്ഫർ വാങ്ങിച്ചു പോവാ. റിലേറ്റഡ് കഥാപാത്രങ്ങളാണ് എല്ലാവരും നല്ലതാണ്. ഇഷ്ടമായടാ? എങ്ങനെയുണ്ട് അമ്മ പടം? കുടുംബപ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു നല്ല സിനിമയാണ്, നല്ലൊരു കുടുംബ ചിത്രമാണ്, വളരെ മാറ്റമുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി പടം? നല്ലൊരു ഫാമിലി ചേട്ടാ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് ഫാമിലി പടം അടിപൊളി പടം, നൈസാണ്, സൗണ്ട് പൊളിച്ച് അടിപൊളി പടമാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, അടിപൊളി പടമാണ്. കാണാൻ തന്നെ ഒരു ഫാമിലി പടമാണ്, അടിപൊളിയാണ്. ചേട്ടാ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാനാണ് എന്റെ സംവിധാനം, അതല്ല കണ്ടൊരു പ്രേക്ഷകരാ പറയേണ്ടത്, അവരാണല്ലോ അഭിപ്രായം പറയേണ്ടത്. നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു, നന്നായി വന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകർ പറയട്ടെ, അവർ ഈ പടം കണ്ടിട്ട് നല്ല അഭിപ്രായം പറയട്ടെ. ഓക്കെ, താങ്ക് യു. പറയുന്ന ഒരു സംഭവം പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ്, അങ്ങനെ ഒരു വേർതിരിവ് രണ്ട് തട്ടായിട്ട് വരേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് സിനിമയിൽ കൊടുക്കുന്നു. നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലേ? മറ്റുള്ളവരെ നോക്കാതെ ഭാര്യ ഭർത്താവ് തന്നെ ഒരു തീരുമാനം. അവരല്ലേ ഒരുമിച്ച് ജീവിക്കുന്നത്, അപ്പോൾ അവരാണല്ലോ എല്ലാത്തിനും തീരുമാനം. അപ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് വേണം എന്ന് പറയുന്നത്. താങ്ക് യു. ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല സൂപ്പറാണ് പടം എങ്ങനെയുണ്ട്? നല്ല പടം, അടിപൊളി പടം കേട്ടോ, സൂപ്പർ പടം. ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ട് നിങ്ങൾ എടുക്കും, ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ട് നിങ്ങൾ എടുക്കും. ഇറങ്ങി കളിയാ എന്തിനാ? പ്രിവ്യൂ ഉണ്ടായിരുന്നോ? ചെറിയ രീതിയിൽ അതായപ്പോൾ അറിയില്ല. എല്ലാവരും സൗഭിക്കുണ്ടായിരുന്നോ? സൗദിക്ക് അത് കണ്ടില്ലേ? ഇഷ്ടായോ? എല്ലാരും കാണണം. ചെറിയ സിനിമയാണ്, പക്ഷേ വലിയൊരു ട്വിസ്റ്റുള്ള നല്ല സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ട് വന്ന് എല്ലാവരും കാണും. നിങ്ങളുടെ ആള് വരുന്നത്
അല്ല നമ്മുടെ സ്വന്തം മച്ചാനാണ് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട മച്ചാനാണ്. ഇത് മാലാക ധ്യാൻ ചേട്ടനാണോ? സമയത്ത് മാലാക കഴിയുന്നു. ധ്യാൻ ചേട്ടൻ്റെ ഇന്റർവ്യൂ തിയേറ്ററിൽ ഇറക്കാനുള്ളതാണ്. ഭയങ്കരമായിട്ട് ഇപ്പോൾ ധ്യാൻ ചേട്ടൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര വൈറലാണ്. അതിന് പുള്ളി ഒത്തിരി എമൗണ്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ. ധ്യാൻ ചേട്ടനോട് നാളെയുള്ള ധ്യാൻ ചേട്ടനെ കഥ എഴുതിയോളൂ. ഒരേ ദിവസം അതിന്റെ ഭാഷ ധ്യാൻ ചേട്ടൻ്റെ റോൾ എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടിട്ടുണ്ട് ചോദിക്കാനായിട്ട്. അല്ല ഒരു ഇതുണ്ടാവില്ല, ഫാൻസ് ഉണ്ടാവില്ല. ചെയ്യാത്തൊരു റോളാണ് ചെയ്തേക്കുന്നത്. ഇതിലാണ് ചെയ്യാത്തത്. ഓക്കെ ഞാനൊന്നും അതല്ലേ നടക്കിയിട്ടില്ല ക്യാരക്ടറാണ് ചെയ്തത്. അതിലൊരു നല്ലൊരു മെസ്സേജ് ഉള്ളൊരു പടമാണ്. ഈ പടത്തിന്റെ പ്രമേയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതെ, തീർച്ചയായിട്ടും. അതെ, ധ്യാൻ ചേട്ടന്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. സ്ത്രീയും പുരുഷനും തുല്യനീതിയാണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ധ്യാൻ ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മുടെ ജുഡീഷ്യറി സ്ത്രീക്കും പുരുഷനും തുല്യനീതിയാണോ കൊടുക്കുന്നത്? ഇത് ചോദിക്കാൻ എനിക്ക് ഒരു യോഗ്യതയില്ല. ചേട്ടാ ചോദ്യത്തിന് സ്കിപ്പ് ആവരുത്. ഇല്ല, നിന്നോട് ഇത് പറയാൻ പറ്റില്ല. എന്താണത് എനിക്കത് ചോദിക്കാനുള്ളത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ അല്ലേ? അത് ഇങ്ങനെ പ്രതികരിക്കണം. ഇതാണ് വേണ്ടത്. ആണുങ്ങൾക്ക് നീതി കിട്ടണം. ആണുങ്ങൾക്ക് നീതി കിട്ടണം. ആണുങ്ങൾക്ക് നീതി കിട്ടണം. പെണ്ണുങ്ങൾക്ക് മാത്രം നീതി കിട്ടിയാൽ പോരാ. ഇതാണ് ഞാൻ ചേട്ടൻ ഇതെല്ലാം പ്രതീക്ഷിച്ചത്. ആവശ്യത്തിന് നീതി വീട്ടിൽ കിട്ടുന്നില്ല. കിട്ടാത്ത നീതി കൊടുക്കണേ. എന്റെ സിനിമയാണ് ചെയ്ത ഞാനല്ലല്ലോ പറയുന്നത്, പ്രേക്ഷകര് പറയുന്നത്. ചേച്ചിന്റെ കിടിലൻ ഡയലോഗ് കേട്ട് ഭയങ്കര കയ്യടിയാണ്. വേണം നീതി. അല്ല, തീർച്ചയായിട്ടും അതൊരു കറക്റ്റ് സംഗതിയാണ്. എന്ത് ബേസ് നാളെയുടെ ലേഡീസിനാണ് മുൻഗണന നീതി കിട്ടുന്നത്. അത് ആക്ച്വലി അല്ലല്ലോ, നീതി കിട്ടട്ടെ. അപ്പൊ അങ്ങനെ ഒരു പ്രമേയം ആയതുകൊണ്ട് കൂടിയാണ് ഇത് സമൂഹത്തിലൂടെ എത്തണമെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തത്. ചേച്ചി പടം എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നിയത് പേഴ്സണലി ന്യായത്തിന്റെ പക്ഷത്താണ് ഈ സിനിമ തോന്നിയിട്ടുണ്ട്. അത് തന്നെയല്ലേ ഏറ്റവും എന്ത് വന്നാലും ആണുങ്ങളുടെ മടക്കി മേക്കറി അല്ല വേണ്ടേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് ബാക്കിയുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. അതങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു. ശരിയല്ലേ? അയ്യോ നിങ്ങളെ വേണ്ടത്
കുറിച്ച് നമ്മളല്ലല്ലോ ആധികാരികമായിട്ട് പറയേണ്ടത്. ആധികാരികമായിട്ട് പറയേണ്ടത് ഇത് കണ്ട പ്രേക്ഷകരാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആനുകാലികമായ ഒരു സബ്ജക്റ്റിനെ ഒരു സിനിമയാക്കി അതിനെ മാക്സിമം അതിന് വേണ്ടി എഫേർട്ട് എടുത്തു. ആക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നായാലും ശരി, മറ്റുള്ള എല്ലാ വിഭാഗത്തിൽ നിന്നും സിനിമയ്ക്ക് വേണ്ടി എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. വിശ്വാസത്തോടെ പ്രേക്ഷകർ ഈ സിനിമ കാണണം അല്ലേ? ഫാമിലീസ് കാണണം ഈ സിനിമ. മാലാഖിനെ ഏറ്റെടുക്കണം. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള മാലാഖമാർ വരും പോവും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ഈ മച്ചാനും മാലാഖിനെയും മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുള്ള വിശ്വാസമുണ്ട്. മാലാഖിക്കുന്നതിന് പറയാനുണ്ടെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക് നമ്മളുടെ ചുറ്റിനും കാണാൻ പറ്റുന്ന പലതരത്തിലുള്ള കഥാപാത്രങ്ങളെ സിനിമയിലുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന തോന്നുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും സാറ്റർഡേ സൺഡേ എല്ലാവരും സിനിമ കാണാൻ വരിക. തോന്നിട്ടെല്ലാം കണ്ടു കഴിഞ്ഞു. കുറേ നാളായില്ല പിന്നെ ഇതിനകത്തൊരു പക്വതയൊന്നും ഒരു ക്യാരക്ടറാണ്. വൈഫാണ്. പക്വത കൂടി പോയിട്ടുണ്ടെങ്കിലും ഒരു വൈഫിൻ്റെ ക്യാരക്ടർ ആദ്യമായിട്ടാണ് തോന്നുന്നത്. പുരുഷന്മാർക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിച്ചത്. ആക്ച്വലി ഞാൻ സംസാരിച്ചത് ഒരേപോലെയാണ്. നമ്മൾ മനുഷ്യരാണായാലും പെണ്ണായാലും തുല്യത എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ആരും നമ്മൾ ഒരു പ്രത്യേക ഒരു വിഭാഗത്തിലേക്ക് ആരെയും മാറ്റണ്ട. നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ആണായാലും പെണ്ണായാലും നമ്മളെല്ലാ വികാരങ്ങളോടുകൂടി ജീവിക്കുന്നവരാണ്. അവരെ രണ്ട് തട്ടായിട്ട് മാറ്റേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഈ സിനിമയിൽ പറയും. ഓക്കെ. അതാണ് പ്രൊഡ്യൂസേഴ്സ്. 27 സൂചന പണിമുടക്കെന്ന് പറയുന്നുണ്ട്. അന്നാണ് എമ്പുരാൻ വലിയൊരു പടം. വെറുതെ ഒരു ഫേക്ക് ന്യൂസ് ആണ്. എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല പ്രൊഡ്യൂസർ അസോസിയേഷൻ അല്ലെങ്കിൽ ഫിയോക്കോ അല്ലെങ്കിൽ എക്സിബിറ്റേഴ്സ് അങ്ങനെ ഒരു സംഘടനകളൊന്നും ഒരിക്കലും എമ്പുരാൻ എന്ന് പറയുന്ന നമുക്ക് വളരെ ആവശ്യമുള്ള നമ്മുടെ മലയാളത്തിനെ വാനോളം ഉയർത്താൻ പോകുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്കൊന്നും ഒരിക്കലും ആ ഒരു ദിവസം ഒരിക്കലും അവർ പണിമുടക്കോ ഒന്നും ചെയ്യില്ല. അത് ഫേക്ക് ന്യൂസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഒരു പണിമുടക്ക് അല്ലെങ്കിൽ സമരം വന്നു കഴിഞ്ഞാൽ അബാ മൂവീസ് അതിനെ സപ്പോർട്ട് ചെയ്യും. പണിമുടക്ക് അത് കാരണം എല്ലാവരും കണ്ട് രസിക്കുക. കുഴപ്പമില്ലല്ലോ. മറ്റേ മാനവിനെ പറ്റിയിട്ട് പറയണോ? എടുത്തില്ലേ? ഞാൻ ഓൾറെഡി ഇപ്പം എന്തൊക്കെയോ പറഞ്ഞു. നിങ്ങൾ എന്നോട് മറ്റേ പ്രൊഡ്യൂസർ അസോസിയേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഇപ്പം ചോദിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സിനിമ ഇറങ്ങിയ ഒരു സമയമാണ്. എനിക്ക് എൻ്റെ വർഗീസ് എപ്പോഴും സിനിമയുടെ മേളിലാണ്. എൻ്റെ പ്രതീക്ഷകളും എൻ്റെ സ്വപ്നങ്ങളും ഒക്കെ ഞാൻ ചെയ്ത സിനിമയിലാണ്. അപ്പോൾ സിനിമ നന്നാവണം, പ്രേക്ഷകരിലേക്ക് എത്തണം, നല്ലത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുമല്ലോ. ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം അവർ സോൾവ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. അപ്പം ഞാൻ ഇപ്പോഴും എന്നോട് മാധ്യമങ്ങൾ കൂടുതൽ ചോദിച്ചത് മറ്റേ ക്വസ്റ്റ്യനാണ്. ഇപ്പം നിങ്ങൾ സിനിമയെ പറ്റി ചോദിക്കുന്നു. അല്ല, എനിക്ക് ഒരു ഐഡിയ ഇല്ല സത്യത്തിൽ. ഞാനിപ്പോൾ ജസ്റ്റ് ഇറങ്ങി വന്നോളൂ. നിങ്ങൾ കണ്ടില്ലേ? കണ്ടോ? സിനിമ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അത് കേൾക്കാനാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കറിയില്ല എന്താണ് പ്രേക്ഷകർ പറയാനുള്ളത്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റ് എനിക്കെപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ പാളിച്ചകൾ ഏത് സിനിമ എടുത്താലും ലാഗ് ഉണ്ടാവും. അത് ആ സീൻ വേണ്ടായിരുന്നു, ഈ സീൻ വേണ്ടായിരുന്നു, അവിടെ ചെറിയ പ്രശ്നമുണ്ട്, ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ എല്ലാ സിനിമകൾക്കും നമുക്ക് വേണമെങ്കിൽ കീറി മുറിച്ച് പറയാൻ പറ്റും. അത് വിട്ടിട്ട് അതിൻ്റെ നല്ല വശങ്ങളല്ലേ, നല്ലൊരു സാധനമായിരുന്നു എന്ന് പറയുന്നവരോടാണ് എനിക്ക് താല്പര്യം. അല്ലാണ്ട് അതിനെ കീറി മുറിച്ച് വെട്ടി കീറി കുഴിച്ചു മൂടി അതിനെ ഇല്ലാണ്ടാക്കുന്നവരോട് എനിക്ക് താല്പര്യമില്ല. നമ്മളെല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക, പോസിറ്റീവ് സംസാരിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്
നല്ലതായിരുന്നു. ഇതിന്റെ പ്രമേയത്തിനാണ് ആൾക്കാർ കൂടുതൽ കയ്യടി പറഞ്ഞത്. പ്രമേയം കൈയടിക്കുന്നുണ്ടായിരുന്നു. അത് എനിക്കറിയില്ല ആരൊക്കെയാണ് കൈയടിച്ചത്. നിങ്ങളാണോ കൈയടിച്ചത് ആരാന്ന് എനിക്കറിയില്ല. സോ നമുക്ക് നോക്കാം. ഇപ്പം ഒരു മച്ചാൻ്റെ മാരങ്ങനെ പാടുവാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഒരു മെസ്സേജും ഉണ്ട്. ആരടി കൊടുക്കണം?